പിടിച്ച് പോകുന്നത് വേറെ കൊണ്ടേക്കല്ല പെണ്ണാസ്കരിക്കാൻ പോയതാ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് നമ്മൾ ഹോട്ടലിൽ. ഇതിപ്പോ ആകെ ഇടങ്ങാറല്ലോ, ഞാനിതിൽ ചെയ്തെടുക്കും. ഉമ്മയ്ക്ക് ഫുൾ കൺഫ്യൂഷൻ, കാരണം അവിടെ കുറേ സാധനം ഉണ്ടായിരുന്നു. ഇടിയപ്പവും അപ്പവും പൊറോട്ടയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൺഫ്യൂഷൻ്റെ ഒടുവിൽ എന്തൊക്കെയോ കഴിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് അഭി കഴിക്കാൻ തുടങ്ങി. അതിനൊപ്പം എനിക്ക് കോഫി മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂട്ട്നെസ് അവിടെ നിന്ന് കോഫിയും കുടിച്ചു. അങ്ങനത്തെ രാവിലെ ഫുഡിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഇതാ അഭി തന്നെ കണ്ടുപിടിച്ച അഭിയുടെ ഒരു ഭാവമാണ്. എന്താ അങ്ങനെ പിന്നെ ഞാൻ മാങ്ങിയിലങ്ങ് തുടങ്ങി. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. പിന്നെ പണിക്കടി എന്റർടൈൻമെന്റ് മുഖ്യം ബിഗിലേ. എന്റെ ഉപ്പ ഇപ്പൊ വേടന്റെ കട്ട ഫാനാണ്. വേണ്ട പാടില്ല അതൊന്നും ചെയ്യില്ല. Put it in the അടുപ്പ്. Put some coconut oil. Put some കടുകുമണി. Little കറിവേപ്പില. കടുവറ. അങ്ങനെ പാട്ടും ബഹളവും കുക്കിങ്ങിന്റെ എല്ലാ അവസാനത്തിൽ നമ്മുടെ മീൻ ബിരിയാണി ദമ്മിൽ കയറി. പിന്നെ ദമ്മ് പൊട്ടിച്ചപ്പോ എന്തോരു മണയായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും പുപ്പായും ആന്റിയും എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്റെ പൊന്നച്ചയോ മൈനയുടെ മീൻ ബിരിയാണി ഒരു രക്ഷയില്ല. അപ്പത്രേ ഉള്ളൂ. ഓക്കെ ബൈ.